ഹായ് ഫ്രണ്ട്സ്, T20 ചാലഞ്ചിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ അധ്യായങ്ങളിൽ നമ്മൾ 20 സൂപ്പർ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും പഠിച്ചു. നിങ്ങളെല്ലാം കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 20 സൂപ്പർ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും പരീക്ഷാ ഹാളുകളിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് T20 ചാലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിക്കാണ് ഈ ഒരു ചലഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ അധ്യായത്തിലെ സൂപ്പർ 20 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ 10ാം തരം പ്രാഥമിക പരീക്ഷ നീട്ടി വെക്കുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ കയറേണ്ട. പരീക്ഷ നടന്നോട്ടെ, അത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം കൂടെ പഠിക്കാൻ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ ഒരിക്കലും കളയാതെ കൂടുതൽ കാര്യങ്ങളിൽ അറിവുകൾ നേടി നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? എങ്ങനെയാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: രാജാറാം മോഹൻ റോയ്, വീരേശലിംഗം, കേശവ് ചന്ദ്രസെൻ, ശ്രീനാരായണ ഗുരു. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, വീരേശലിംഗം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കുറച്ച് പ്രസ്താവനകൾ അല്ലെങ്കിൽ കുറച്ച് വാക്യങ്ങളാണ്. അത് ആര് പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പു നിറഞ്ഞവയാണ്, ഫലം മധുരമുള്ളതും എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പു നിറഞ്ഞവയാണ്, പക്ഷേ ഫലം മധുരമുള്ളത്. ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല. നമ്മൾ കേട്ട് ശീലിച്ച ഒരു വാക്യമാണ് ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല എന്ന് പറഞ്ഞത് ആരാണ്? യൂക്ലിഡ് ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരാ പറഞ്ഞത്? DS കോത്താരി. ആരാണ്? DS കോത്താരി. എങ്ങനെ പറഞ്ഞത്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പല പരീക്ഷാ ഹാളുകളിലും കണ്ടിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പു നിറഞ്ഞവയാണ്, ഫലം മധുരമുള്ളതും. ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല. യൂക്ലിഡ് ആണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരാ പറഞ്ഞത്? DS കോത്താരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എങ്ങനെയാണ്? 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ആരാണെന്ന് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ഡോക്ടർ പൽപ്പു ആണ് 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് ഡേറ്റിലാണെന്നുള്ളത്. അപ്പോൾ എന്നാണ്? 1896 വർഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതെന്നാണ് 1896 സെപ്റ്റംബർ 3. ഒന്നാം ഈഴവ മെമ്മോറിയൽ എന്നാണ് 1896 സെപ്റ്റംബർ 3. അങ്ങനെയാണെങ്കിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176 പേരാണ് എന്ത് ചെയ്യുന്നത്? ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത്. അതുപോലെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന്. ഒന്നാമത്തെ ആരായിരുന്നു? ശ്രീമൂലം തിരുനാള്. രണ്ടാമത് ആർക്കാണ്? കഴ്സൺ പ്രഭു. ഒന്നാമത്തതിന്റെ വർഷം 1896 സെപ്റ്റംബർ 3. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ഓർത്തിരിക്കുക, ശങ്കര സുബ്ബയ്യ. ശങ്കര സുബ്ബയ്യ. അതുപോലെ ഞാൻ ഒരു വാക്കും കൂടെ എഴുതാം, കുട്ടിയപ്പി. എന്തൊക്കെയാണ്? ശങ്കര സുബ്ബയ്യ, കുട്ടിയപ്പി. രണ്ട് വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ 1896, അതുപോലെ രണ്ടാമത്തത് 1900 എന്നുള്ളത്. അപ്പോൾ ഈഴവ മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് വാക്കുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ശങ്കര സുബ്ബയ്യ ആരായിരുന്നു? കുട്ടിയപ്പി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആരാണ്? 1896 എന്തായാലും ഒന്നാം ഈഴവ മെമ്മോറിയൽ നമ്മൾ എന്താണ് കണ്ടു കഴിഞ്ഞു, അത് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1900 എന്തായിരിക്കും സംഭവിച്ചത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതെന്നാണ്? 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. അപ്പോൾ ഒന്നാം ഈഴവ മെമ്മോറിയൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാണ് 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. ഒന്നാം ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെട്ടതെങ്കിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ശങ്കര സുബ്ബയ്യ? ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ ദീവാനായിരുന്നു ആരെന്ന് പറയുന്നത്? ശങ്കര സുബ്ബയ്യ. അങ്ങനെയാണെങ്കിൽ കുട്ടിയപ്പി എന്താണ്? നമ്മുടെ ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു? ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ ബാല്യകാല നാമമാണ് കുട്ടിയപ്പി എന്ന് പറയുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ ബാല്യകാല നാമമാണ് എന്ന് പറയുന്നത് കുട്ടിയപ്പി എന്ന് പറയുന്നത്. ആരാണ് കുട്ടിയപ്പി? ഡോക്ടർ പൽപ്പു തന്നെയാണ് കുട്ടിയപ്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ശങ്കര സുബ്ബയ്യ ആയിരുന്നു ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദീവാനായിരുന്നു. കുട്ടിയപ്പി എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവിന്റെ ബാല്യകാല നാമമാണ്.
1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ, 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ പഠിച്ചുകൊള്ളുക. നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചത് ഈഴവ മെമ്മോറിയലിനെ സംബന്ധിച്ച്. അപ്പോൾ കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒത്തിരി പരീക്ഷകളിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും വരും പരീക്ഷകളിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ കാണാം. അപ്പോൾ ഇനി നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും തെറ്റിക്കരുത്. ശങ്കര സുബ്ബയ്യ തിരുവിതാംകൂർ ദീവാനായിരുന്നു ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ. കുട്ടിയപ്പി ഡോക്ടർ പൽപുവിന്റെ ബാല്യകാല നാമം. നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. ചോദ്യം എങ്ങനെയാണ്? ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ഡി, കാസർഗോഡാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളത്തിലെ കുറച്ച് കോട്ടകളെ കൊണ്ട് നമുക്ക് പരിചയപ്പെടാം. മാനുവൽ കോട്ട കൊച്ചിയിലാണ്, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, ചാലിയം കോട്ട വെട്ടത്തുനാട്, വട്ടക്കോട്ട കന്യാകുമാരി, നെടുങ്കോട്ട തൃശ്ശൂർ. എങ്ങനെയാണ്? മാനുവൽ കോട്ട കൊച്ചി, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, ചാലിയം കോട്ട വെട്ടത്തുനാട്, വട്ടക്കോട്ട കന്യാകുമാരി, നെടുങ്കോട്ട തൃശ്ശൂർ. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് APJ അബ്ദുൽ കലാം, സതീഷ് ധവാൻ, വിക്രം സാരാഭായ്, ബ്രഹ്മപ്രകാശ്. ഓപ്ഷൻസ് ഒന്നുകൂടെ: APJ അബ്ദുൽ കലാം, സതീഷ് ധവാൻ, വിക്രം സാരാഭായ്, ബ്രഹ്മപ്രകാശ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉറപ്പായിട്ടും നമ്മൾ സിക്സർ പറത്തുന്ന ഒരു ചോദ്യമാണിത്. ഓപ്ഷൻ സി, വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കതും കൂടെ നോക്കാം. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭ. അത് നമ്മൾ സിക്സർ പറത്തുന്ന ചോദ്യം തന്നെ. ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ. പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇതെല്ലാം. നമ്മളെല്ലാം കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ സിക്സർ പറത്തും. അപ്പോൾ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാം, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ റിതു കരുതൽ. ഓക്കെ, എങ്ങനെയാണ്? ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭ, ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ, ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ റിതു കരുതൽ. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ് എന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ISROയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? വിക്രം സാരാഭായ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ചെയർമാൻ ആണ്, ISROയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? വിക്രം സാരാഭായ്. അതുപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ദിവസമുണ്ട്, ഓഗസ്റ്റ് 12 എന്ന് പറയുന്ന ആ ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നും അതും വിക്രം സാരാഭായുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന്റെ കൂടെ ആ ഒരു ഡേറ്റും കൂടെ നമ്മൾ പറയുന്നത്. എന്താണ് ഓഗസ്റ്റ് 12ന്റെ പ്രത്യേകത? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമാണ് എന്നു പറയുന്നത് ഓഗസ്റ്റ് 12. എങ്ങനെയാണ്? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമാണ് ഓഗസ്റ്റ് 12. അതും വിക്രം സാരാഭായുമായിട്ട് എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനം. അതായത് ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ISROയുടെ ആദ്യ ചെയർമാൻ, അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മദിനം ആയ ആഗസ്റ്റ് 12 ആണ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തു വെച്ചേക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എങ്ങനെയാണ്? ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഓപ്ഷൻസ്: നെയ്യാറ്, വയനാട്, ചിന്നാറ്, പേപ്പാറ. പ്രീവിയസ് ചോദ്യമാണ്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ. അപ്പോൾ നമുക്ക് ഈ 2 ജീവികളുടെ പേര് ഓർത്ത് വെച്ചാൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എവിടെയാണ്? ഓപ്ഷൻ സി, ചിന്നാറിലാണ് ഈ 2 ജീവികളും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വനവും വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങ്, മുത്തങ്ങ ആനയാണ്, ചൂളന്നൂർ മയില്, കക്കയം റീഡ് തവളകൾ. സൈലന്റ് വാലി സിംഹവാലൻ കുരങ്ങ്. അപ്പോൾ വെടിച്ചക്ക നമ്മൾ കേട്ടിട്ടുണ്ട്. വെടിച്ചക്കകൾ കൂടുതലുള്ളതാണ് സൈലന്റ് വാലി. അത് തന്നെ സിംഹവാലൻ കുരങ്ങിനെ ആ ഒരു സ്ഥലത്തിലേക്ക് ആകർഷിക്കാനും കാരണം. അപ്പോൾ ആ വെടിച്ചക്കകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങ് പ്രത്യേകമായിട്ട് സൈലന്റ് വാലിയിലുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ മുത്തങ്ങ ആന സംരക്ഷണ കേന്ദ്രമാണ്. ചൂളന്നൂരാണ് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. അപ്പോൾ ശ്രദ്ധിച്ചോളുക. അതുപോലെ കക്കയം റീഡ് തവളകൾ കാണപ്പെടുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ. ഇത് പറഞ്ഞതാര്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ചട്ടമ്പി സ്വാമികൾ. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു എഴുതരുത്, സഹോദരൻ അയ്യപ്പൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരു. നമ്മുടെ വിക്കറ്റ് തെറിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. പെട്ടെന്ന് കാണും, വായിച്ചു നോക്കത്തില്ല, ചാടിക്കേറി നമ്മൾ ഉത്തരം ബബിൾ ചെയ്യും. ഉറപ്പായിട്ടും ശ്രീനാരായണ ഗുരു ആയിരിക്കും നിങ്ങൾ ബബിൾ ചെയ്യാൻ പോകുന്നത്. കാരണം അവിടെ ജാതി, മതം, ദൈവം എല്ലാം അതിനകത്തുണ്ട്, മനുഷ്യനുമുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളുക. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു അല്ല, സഹോദരൻ അയ്യപ്പനാണ് അങ്ങനെ പറഞ്ഞത്. അത് ഓർത്ത് വെച്ചേക്കുക.
ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, വൈകുണ്ഠ സ്വാമികൾ. എങ്ങനെയാണ്? ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, വൈകുണ്ഠ സ്വാമികൾ. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. തൈക്കാട് അയ്യാണ് അത് പറഞ്ഞത്. എങ്ങനെയാണ്? இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഓക്കെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യന്. അപ്പോൾ നമ്മുടെ വിക്കറ്റ് തെളിയിക്കാനും നമ്മുടെ എന്താണ് കംപ്ലീറ്റ് ആയിട്ടും റൺഔട്ട് ആവാനും സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ആ ചോദ്യങ്ങളുടെ കൂട്ടമാണ് എന്ന് പറയുന്നത് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. കാരണം ഈ വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ദൈവം ഒന്ന്, ലോകമൊന്ന് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ ആരാണ്? തൈക്കാട് അയ്യ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ കേട്ട് ശീലിച്ചതായതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു വാക്യത്തിന് എഴുതും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കി വാക്യങ്ങളും കൂടെ, അതുകൊണ്ട് പഠിച്ചുകൊള്ളുക. ശ്രീനാരായണ ഗുരു അല്ല എല്ലാത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് വ്യക്തമായിട്ടും ആ വ്യത്യാസം മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എങ്ങനെയാണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം എത്ര? 10 രൂപ, 5 രൂപ, 20 രൂപ, സൗജന്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമ്മൾ വിചാരിക്കും, പക്ഷെ നമ്മൾ ഉത്തരം തെറ്റാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, 10 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത്, അതായത് വിവരാവകാശ നിയമം സമർപ്പിക്കുമ്പോൾ അപേക്ഷാ ഫീസ് നൽകേണ്ടാത്ത ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ദാരിദ്ര്യരേഖ, അതായത് BPL കാർഡുകൾ ഉള്ള ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അപേക്ഷാ ഫീസ് നൽകേണ്ടാത്തത്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്കാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടാത്തത്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊള്ളുക. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപ. അപ്പോൾ എത്ര ദിവസം വൈകിക്കുന്നോ ആ ഓരോ ദിവസവും എത്ര വെച്ച് അധികം പിഴ അടയ്ക്കേണ്ടി വരും? 250 രൂപ വെച്ച് പിഴ അടയ്ക്കേണ്ടി വരും. അപ്പോൾ പരമാവധി പിഴ എത്രയാണ്? 25,000 രൂപ വരെയാണ്. ഓർത്ത് വെച്ചിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതും അതുപോലെ നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതായ 1-2 കാര്യങ്ങളും കൂടെയുണ്ട്. നമ്മൾ പ്രീവിയസ് ചലഞ്ചുകളിലും ഡിസ്കസ് ചെയ്തതാണത്. ഒരു 3 ഉത്തരങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. 3 ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ 3 സംഖ്യകളാണ്. 30, 35, 48. അത് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ 30 ദിവസം, 35 ദിവസം, 48 മണിക്കൂർ. ഇതാണ് 3 ഉത്തരങ്ങൾ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് 30 ദിവസം, എന്താണ് 35 ദിവസം, എന്താണ് 48 മണിക്കൂർ. ആദ്യ തരത്തിലുള്ള ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം? 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. എന്താണ്? വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ ലഭിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. ഇനി രണ്ടാമത് 35 ദിവസം എന്ന ഉത്തരം വരുന്ന ചോദ്യം എന്താണ്? നമ്മൾ ഈ അപേക്ഷ നൽകുന്നത് എന്താണ്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അദ്ദേഹം മറുപടി നൽകേണ്ട ദിവസങ്ങളാണ് എന്താണ്? 35 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മറുപടി നൽകിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 48 മണിക്കൂർ എന്താണ്? നമ്മുടെ ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ ജീവനെയും സംബന്ധിച്ചുള്ള പരാതികളാണ് അല്ലെങ്കിൽ വിവരാവകാശമാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിന് മറുപടി കിട്ടേണ്ട സമയപരിധിയാണെന്ന് പറയുന്നത് 48 മണിക്കൂർ. അപ്പോൾ ഒന്നും കൂടെ എന്താണ്? 30 ദിവസം നമ്മൾ നോർമലായിട്ട് ഒരു അപേക്ഷ, ഒരു വിവരാവകാശം സമർപ്പിച്ചാൽ നമുക്ക് മറുപടി കിട്ടേണ്ട സമയപരിധിയാണ് 30 ദിവസം. നമ്മൾ ഈ വിവരാവകാശം സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അദ്ദേഹം മറുപടി നൽകേണ്ട സമയപരിധിയാണ് 35 ദിവസം എന്ന് പറയുന്നത്. എന്നാൽ ഈ നമ്മൾ സമർപ്പിച്ച വിവരാവകാശം ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ ജീവനെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ എന്താണ്? 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? മറുപടി ലഭിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ എൻ്റെ കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഡൊബറൈനർ, ആന്റോയിൻ ലാവോസിയെ, ന്യൂലാൻഡ്സ്, മെൻഡ്ലേവ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ആന്റോയിൻ ലാവോസിയാണ് ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ചത്. വേർഡ്സ് ഓർത്ത് വെച്ചിരിക്കുക. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ തിരിച്ച എന്താണ്? ശാസ്ത്രജ്ഞനാണ് എന്ന് പറയുന്നത് ആന്റോയിൻ ലാവോസിയെ എന്ന് പറയുന്നത്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ആന്റോയിൻ ലാവോസിയെ. അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞനും ആരാണ്? ലാവോസിയെയാണ്. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയതും ആന്റോയിൻ ലാവോസിയെയാണ്.
മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചത് ആരാണ്? അന്റോയിൻ ലാവോസിയ. അപ്പോൾ ലാവോസിയെ കുറിച്ച് നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒന്ന് ഓർത്തേക്കുക. ഒന്നാമതായിട്ട് ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ തിരിച്ച് വർഗീകരിച്ചു. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്, ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ, രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കി, മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചു. ഇത്രയെല്ലാം എന്താണ് ഈ ചോദ്യങ്ങളിൽ 4-5 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് 5 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്ന ഒരേ ഒരു വ്യക്തി തന്നെയാണ് ആരാണ്? അന്റോയിൻ ലാവോസിയെ എന്ന് പറയുന്ന എന്താണ് രസതന്ത്രജ്ഞനാണ്. അപ്പോൾ അത് ഓർത്തു വെച്ചേക്കുക. സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ഏതാണ്? ഒത്തിരി തവണ പരീക്ഷാ ഹാളിൽ നമ്മൾ കണ്ട് പരിചയിച്ചൊരു ചോദ്യമാണ്. സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ഏതാണ്? അതിൽ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ നമുക്ക് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര അറിയാന്നുണ്ടെങ്കിലും നമ്മുടെ വിക്കറ്റ് തെറിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ ആദ്യത്തെ 2 ഓപ്ഷൻസ് തന്നെ നോക്കുക. അവയായിരിക്കും നിങ്ങളുടെ വിക്കറ്റ് കളയുന്നത്. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. നമുക്ക് എന്താണ് നമ്മുടെ ഉത്തരം തെറ്റിക്കുന്ന 2 ഓപ്ഷൻസ് ആണത്. അപ്പോൾ സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫിഷൻ അല്ല, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓർത്തു വെച്ചേക്കുക, സൂര്യനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഭാരം കുറഞ്ഞ 2 അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഒരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷനാണെന്ന് കണ്ടെത്തിയതാരാണ്? ഹാൻസ് ബേത്ത്. ആ നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം ഏകദേശം നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് എന്തിനാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ തന്നെയാണ്. അത് ജ്വലിക്കാൻ കാരണം എന്താണ്? ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ അതിനകത്ത് നടക്കുന്നതുകൊണ്ടാണ്. സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷനാണെന്ന് കണ്ടെത്തിയത് ഹാൻസ് ബേത്ത് ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം 1939, 1939. അപ്പോൾ ഒന്നും കൂടെ, ഭാരം കുറഞ്ഞ 2 അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഒരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷനാണെന്ന് കണ്ടെത്തിയത് ഹാൻസ് ബേത്ത്. അതുപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം 1939. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കുക. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം? ഘർഷണബലം, ഗുരുത്വാകർഷണം, പ്ലവക്ഷമബലം, കാന്തികബലം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം? നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി, പ്ലവക്ഷമബലമാണ്. അപ്പോൾ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം പ്ലവക്ഷമബലം. അപ്പോൾ ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. എന്താണ് പ്ലവക്ഷമ ബലം? ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഉദാഹരണം നോക്കുക. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്, അതുപോലെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമബലം അനുഭവപ്പെടുന്നത് എവിടെയാണ്, ഏത് ജലത്തിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുവെള്ളം പറയാം. ഉപ്പുവെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് പ്ലവക്ഷമബലം അനുഭവപ്പെടുന്നത്. നമ്മുടെ ഓപ്ഷൻ കൂടെ നോക്കിയിരിക്കുക. അപ്പോൾ കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്, കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് തുടങ്ങിയൊക്കെ എന്താണ് പ്ലവക്ഷമബലത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ബലത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അതിനകത്ത് പരിചയപ്പെടാറുണ്ട്. ഒന്നാമതായിട്ട് ഒരു വേർഡ് നമ്മൾ പരിചയപ്പെടുക, മെക്കാനിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സ് എന്ന് പറയുന്ന ആ വേർഡ് എന്താണ്? വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും വസ്തുവിന്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ്. വസ്തുവിനെ കുറിച്ചുള്ള പ്രയോഗിക്കുന്ന ബലത്തിന്റെ സ്വഭാവത്തെയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബലത്തിനെ കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്ത് പറയാം? മെക്കാനിക്സ് എന്ന് പറയാം. അപ്പോൾ അത് ഓർത്തുകൊള്ളുക, അതൊരു പഠനമാണ്. എന്തിനെ കുറിച്ചുള്ള? ഒരു വസ്തുവിൽ നമ്മൾ പ്രയോഗിക്കുന്ന എന്താണ് ബലങ്ങളെയും വസ്തുവിന്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ് എന്ത് പറയുന്നത്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പഠിക്കേണ്ട 2 യൂണിറ്റുകളുണ്ട്, ബലവുമായി ബന്ധപ്പെട്ടുള്ള 2 യൂണിറ്റുകൾ. ഒന്ന് ന്യൂട്ടൺ, രണ്ടാമത്തത് ഡൈൻ. നമുക്ക് സാധാരണയായിട്ട് പരീക്ഷ ഹാളിൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ഇത് ഒന്ന് SI യൂണിറ്റും മറ്റത് CGS യൂണിറ്റുമാണ്. ഓക്കെ, അപ്പോൾ SI യൂണിറ്റും CGS യൂണിറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന SI ചോദിച്ചാൽ എന്താണ്? ഡൈൻ എഴുതും. CGS യൂണിറ്റ് ചോദിച്ചാൽ ന്യൂട്ടൺ എഴുതും. ഇനി ആ തെറ്റുണ്ടാകരുത്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലത്തിന്റെ എന്താണ്? SI യൂണിറ്റ് ആണ്. അതുപോലെ ഡൈൻ എന്ന് പറയുന്നത് ബലത്തിന്റെ CGS യൂണിറ്റ് ആണ്. ആ 2 യൂണിറ്റിന്റെ വ്യത്യാസം വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് തെറ്റ് വരുത്താൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളും 2 പോയിന്റും കൂടി നമുക്ക് പഠിക്കാം. അത് ഒന്നാമത്തെ എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഏറ്റവും എന്താണ് കൂടിയ ബലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബലം അനുഭവപ്പെടുന്ന എന്തിലാണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ശക്തമായ ബലം ഏതാണ്? അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ചോദിക്കാം, ശക്തമായ ബലം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ദുർബലമായ ബലവും നമുക്ക് ചോദിക്കാം. പ്രകൃതിയിലെ ശക്തമായ ബലമാണെങ്കിൽ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ബലമാണ്. അത് ഓർത്ത് വെച്ചേക്കുക. ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. അങ്ങനെയാണെങ്കിൽ ഗുരുത്വാകർഷണമായിരിക്കും എന്തെന്ന് പറയുന്നത്?
പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം എന്ന് പറയുന്നത്, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം, അതുപോലെ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലം. അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ച പോയിന്റ്സ് ഓർത്തേക്കുക. മെക്കാനിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും അതിൻ്റെ വസ്തുവിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ, അതിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. അങ്ങനെയാണ് പ്രകൃതിയിലെ ശക്തമായ ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലമാണ്. അതുപോലെ പ്രകൃതിയിലെ ദുർബലമായ ബലം എന്ന് പറയുന്നത് ഏതാണ്? ഗുരുത്വാകർഷണമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കുക. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? പോളിയോ, എബോള, ക്ഷയം, ഹീമോഫീലിയ. നമ്മുടെ ഉത്തരം ഏതാണ്? ഡോട്ട്സ് നമുക്ക് അറിയാവുന്നതാണ്. ക്ഷയത്തിന്റെ ചികിത്സയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ചികിത്സാ സംവിധാനത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ഡോട്ട്സ് എന്ന് പറയുന്നത്. അത് ഓർത്തു വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാൻഡാക്സ് ടെസ്റ്റ് എന്ന് പറയുന്ന ക്ഷയത്തിനുള്ളതാണ്. വൈഡൽ ടെസ്റ്റ് എന്താണ്? ടൈഫോയിഡിന്റെയാണ്. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്ത് വെച്ചിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏതാണ്? ഡെങ്കിപ്പനി. VDRL ടെസ്റ്റ് സിഫിലിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നും കൂടെ, മാൻഡാക്സ് ടെസ്റ്റ് ക്ഷയം, വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ്, ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ, ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി, VDRL ടെസ്റ്റ് സിഫിലിസ്. അടുത്ത ചോദ്യം നോക്കുക. രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ഏത്? മോട്ടോർ, ജനറേറ്റർ, ബാറ്ററി, ബൾബ്. നമുക്കറിയാവുന്നതും കുഞ്ഞ് സ്കൂൾ തലം തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. രാസോർജം വൈദ്യുതോർജമാക്കുന്നത്, വൈദ്യുതോർജം പ്രകാശോർജമാക്കുന്നത്, പ്രകാശോർജം ശബ്ദോർജമാക്കുന്നത്, അങ്ങനെയുള്ള പല എന്താണ് ഊർജ്ജത്തിന്റെ കൺവേർഷൻ, അതിന്റെ പരിവർത്തനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ഏത്? മോട്ടറാണോ, ജനറേറ്റർ ആണോ, ബാറ്ററി ആണോ, ബൾബാണോ? നമ്മൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, ബാറ്ററി ആണ് രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നത്. ശ്രദ്ധിച്ചുകൊള്ളുക. ഓപ്ഷൻസ് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അങ്ങനെ തെറ്റിക്കരുത്. ഉറപ്പായിട്ടും ഓപ്ഷൻ സി എന്താണ്? ബാറ്ററിയാണ് രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ബൾബ് വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറ്റുന്നു. സോളാർ സെല്ല് സൗരോർജം, അവിടത്തേക്ക് സൗരോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഗ്യാസ് സ്റ്റവ് രാസോർജം താപോർജവും പ്രകാശോർജവുമാക്കി മാറ്റുന്നു. അപ്പോൾ ഒന്നും കൂടെ, ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജം യാന്ത്രികോർജം. വൈദ്യുതോർജം എന്താക്കി മാറ്റുന്നു? യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ഓർത്ത് വെച്ചിരിക്കുക. വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നതാണ് ഇലക്ട്രിക് മോട്ടോർ. ബൾബ് എന്ന് പറയുന്ന വൈദ്യുതോർജം പ്രകാശം ഉണ്ടാവുന്നു. അതിന് ബൾബ് എന്ത് ചെയ്യുന്നു? ഹീറ്റും ഉണ്ടാവുന്നു. അപ്പോൾ ബൾബ് വൈദ്യുതോർജം പ്രകാശോർജമായും താപോർജവുമായിട്ട് മാറ്റുന്നു. സോളാർ സെല്ല് സൗരോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഗ്യാസ് സ്റ്റവ് രാസോർജം താപോർജം പ്രകാശോർജം എന്നീ ഫോമുകളിൽ മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനർജി കൺവേർഷൻസിൽ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത് വരാൻ പോകുന്ന ഒരു ബൗൺസർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ഗോഡ്വിൻ ആസിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രദ്ധിച്ച് എന്താണ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്കറ്റ് തെറിക്കും. എന്നാൽ നമുക്കത് നേരെ ചൊവ്വേ നമ്മുടെ ബാറ്റിനകത്ത് ഈ പന്ത് വരികയാണെന്നുണ്ടെങ്കിൽ സിക്സർ പായുകയും ചെയ്യും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്ക്, സസ്കർ, കാരക്കോറം, ഹിമാദ്രി. ഓർത്തേക്കുക. എവിടെയാണ്? കാരക്കോറത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറയുന്നത്. ഒന്നാമത് നമുക്കറിയാം എവിടെയാണ്? എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ. മൗണ്ട് K2വിന്റെ പ്രാദേശിക പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. ദാബ്സാങ്, ലംബ പഹാർ. എന്തൊക്കെയാണ്? ദാബ്സാങ്, ലംബ പഹാർ എന്നിവയെല്ലാം മൗണ്ട് K2വിന്റെ പ്രാദേശിക പേരുകളാണ്. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറമാണ്. അപ്പോൾ ഇന്ദിരാകോൾ എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ വടക്കേ അറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഓർത്ത് വെച്ചിരിക്കുക. ഇന്ദിരാകോളും ഇന്ദിരാ പോയിന്റും വ്യത്യാസം നമുക്കറിയാവുന്നതാണ്. ഇന്ദിരാകോൾ വടക്ക്, അതിന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറത്തിലാണ്. ഇന്ദിരാ പോയിന്റ് തെക്ക് എവിടെയാണ്? നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലാണ് ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ തെക്ക് വശം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥിര സാന്നിധ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല. അപ്പോൾ നമ്മുടെ ഇതേപോലെ ഇരുമ്പുരുക്ക് ശാലകളായാലും അതുപോലെ സ്റ്റീൽ പ്ലാന്റ്സ് ആയാലും അത് ഏതൊക്കെ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് നിലവിൽ വന്നതെന്നുള്ളതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഇതേപോലെ പദ്ധതികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി തവണ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു വെച്ചേക്കുക. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല ഏതാണ്? റൂർക്കേല, ബൊക്കാറോ, ദുർഗാപൂർ, ഫിലായ്. നമ്മുടെ ഓപ്ഷൻ ബി ബൊക്കാറയാണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്നത്. അപ്പോൾ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്നത് ഏതൊക്കെയാണ്? ബൊക്കാറയാണ്. അടുത്ത് നോക്കുക, ജർമ്മനിയുടെ സഹായത്തോടെ. അപ്പോൾ റഷ്യ നമ്മൾ ബൊക്കാറ കൊണ്ടു, അങ്ങനെയാണ് ജർമ്മനിയുടെ സഹായത്തോടെ വന്നത് ഏതാണ്? റൂർക്കേല. ജർമ്മനിയുടെ സഹായത്തോടെ 1959 സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാലയാണ് റൂർക്കേല. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് ബൊക്കാറോ, അതുപോലെ അടുത്ത ഒന്നും കൂടെ ഏതാണ്? ഫിലായ്. ഫിലായും ബൊക്കാറയുമാണ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇവിടെ വന്നിട്ടുണ്ട്. ഏതാണ് ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ചത്? ദുർഗാപൂരാണ് 1962. ഓർത്തു വെച്ചിരിക്കുക. ഫിലായ്, ബൊക്കാറോ റഷ്യ,
ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല, ദുർഗാപൂർ ഏതിന്റെ സഹായത്തോടെ? ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. അങ്ങനെ തന്നെ പഠിച്ചു വച്ചിരിക്കുക. പിലായ് ബൊക്കാറ റഷ്യ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. 19-ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിഭാഗം, വിധവാ പുനർവിഭാഗം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത്? സത്യശോധക് സമാജം, പ്രാർത്ഥനാ സമാജം, സ്വാഭിമാന പ്രസ്ഥാനം, അലിഗഡ് പ്രസ്ഥാനം. ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി പ്രാർത്ഥനാ സമാജമാണ് 19-ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിഭാഗം, വിധവാ പുനർവിഭാഗം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. നമുക്കിവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ഏത് വർഷത്തിലായിരുന്നു? 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റു നേതാക്കൾ MG റാനഡെ, RJ ഫണ്ടാർക്കർ. അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്, MG റാനഡെയും RJ ഫണ്ടാർക്കറും എങ്ങനെയാണ് ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റു രണ്ട് നേതാക്കളാണ് MG റാനഡെയും RJ ഫണ്ടാർക്കറും. അതുപോലെ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് 1867 ആത്മാറാം പാണ്ഡുരംഗ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, ചൗരി ചൗര സംഭവം, ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും തൂക്കിലേറ്റിയത്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് 1919 ഏപ്രിൽ 13. എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നൊക്കെ നമുക്കറിയാം. അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അവിടെ സമാധാനപരമായിട്ട് കൂടിയിരുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് നേരെ എന്ത് ചെയ്യുന്നതാണ്? ജനറൽ ടയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സ് അവിടെ എന്താണ് നിറയൊഴിക്കുകയാണ്. ഒരു പ്രകോപനമില്ലാതെ നിറയൊഴിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ അവിടെ എന്ത് ചെയ്തു? കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ആ ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അത് നടന്നതെന്നാണ് 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ജനറൽ റെജിനാൾഡ് ടയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ടയർ. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ടയർ. നമുക്ക് തിരിഞ്ഞു പോകുന്ന രണ്ട് പോയിന്റ്സ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ ടയർ. നമ്മൾ രണ്ടും ജനറൽ ടയർ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ എന്താണ്? ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ടയർ. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ പഞ്ചാബ് ഗവർണർ അല്ലെങ്കിൽ ഇതിന് ഓർഡർ ഇട്ട പഞ്ചാബ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ മൈക്കിൾ ഒ ടയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡറാണ് ക്രോളിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർഡർ ചെയ്യുക. ക്രോളിംഗ് ഓർഡർ എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡർ. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. 1919 ഏപ്രിൽ 13. അതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കുക. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോക്സഭയും രാജ്യസഭയും, ലോക്സഭ രാജ്യസഭ കേന്ദ്രമന്ത്രിസഭ, ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി. ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ഡി ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നാണ് നിയമനിർമ്മാണം നടത്തുന്നത്. അത് ഓർത്തു വെച്ചിരിക്കുക. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. അതുപോലെ ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ എന്താണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം? രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ചേർന്ന്. ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന എന്താണ്? സ്ഥിര കാര്യനിർവഹണ വിഭാഗം. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? 2015 ജനുവരി 28, 2015 ജൂലൈ 1, 2016 ജനുവരി 1, 2015 ജനുവരി 1. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി 2015 ജനുവരി 1 നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി തന്നെയാണ്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. താഴെ പറയുന്നവരിൽ PRDSന്റെ സജീവ പ്രവർത്തകൻ അല്ലാത്തത് ആരാണ്? സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മുപ്പൻ, കൊച്ചീപ്പൻ തരകൻ. എന്താണ് PRDS? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് PRDS എന്ന് പറയുന്നത്. ഇതിന്റെ സജീവ പ്രവർത്തകൻ അല്ലാത്ത ആരാണ്? ഓപ്ഷൻ ഡി കൊച്ചീപ്പൻ തരകനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് നമുക്കറിയാം. പൊയ്കൈ ലോഹനനാണ്. അത് സ്ഥാപിച്ച വർഷം എന്നാണ് 1909. അതിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഇരവി പേരൂർ. അപ്പോൾ ഇരവി പേരൂരിൽ പൊയ്കൈ ലോഹന സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. ഓർത്തു ചെയ്യുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണം ആദിയാർ ദീപം. അപ്പോൾ ഇരവി പേരൂർ എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDSന്റെ ആസ്ഥാനം. സ്ഥാപിച്ച വർഷം 1909. സ്ഥാപിച്ച വ്യക്തി ആരാണ്? പൊയ്കൈ ലോഹനാൻ. പഠിച്ചു വച്ചിരിക്കുക. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാണ്? 2304 അടി, 2430 അടി, 2403 അടി, 340 അടി. വളരെ നമുക്ക് ഉത്തരം തെറ്റാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി വിടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഓർത്ത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ PSCയുടെ ഒരു ഇഷ്ട മേഖലയാണ്. നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിച്ച് നമ്മുടെ ഉത്തരം തെറ്റിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ട്രിക്കുകളൊന്നും നമ്മുടെ അടുത്ത് ഇനി PSC ചിലവ് കാണിക്കേണ്ട, നമ്മളതെല്ലാം പഠിച്ചു വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? 2403 അടിയാണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി അടക്കേണ്ടത് ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി ഡാമിൻ്റെ ഉയരം ഒത്തുവെച്ചിരിക്കുക 168.91 മീറ്റർ. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി അണക്കെട്ട് ഇടുക്കി ഡാമിൻ്റെ ഉയരം എത്രയാണ്? 168.91 മീറ്റർ. അപ്പോൾ അടുത്ത ചോദ്യം, ഇടുക്കി ഡാം ഏത് നദിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഏതാണ്? പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ്. ഒത്തുവെച്ചിരിക്കുക, ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ, അതിന് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം കാനഡ. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി അണക്കെട്ടുമാണ്. അപ്പോൾ അതിന്റെ ഉയരം എത്രയാണ്? 168.91 മീറ്റർ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ T20 ചാലഞ്ചിന്റെ 20 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവയുടെ വ്യത്യാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത T20 ചാലഞ്ചിലും ഇതുപോലുള്ള സൂപ്പർ 20 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും കാണാം. അതുവരത്തേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ ബൈ.